Hi friends, Precise Only PSC coaching class, University batch like എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പാർട്ട് 1 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പെർസെൻറ്റേജിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മെയിൻ ആയിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 4 സെക്ഷനായിരിക്കും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് കവർ ചെയ്യാം. അതെന്തൊക്കെ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും കവർ ചെയ്യുന്ന 4 സെക്ഷൻസ് ഏതൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ പ്രോഫിറ്റ് എന്ന് പറയുന്ന സെക്ഷൻ, സെക്കൻഡ് വൺ ലോസ് എന്ന് പറയുന്ന സെക്ഷൻ, തേർഡ് വൺ പ്രോഫിറ്റ് പ്ലസ് ലോസ് എന്നുള്ള സെക്ഷൻ, ദെൻ ഫോർത്ത് വൺ ഡിസ്കൗണ്ട് എന്നുള്ള സെക്ഷൻ. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഏത് പ്രോബ്ലം ആണെങ്കിലും ഈ 4 സെക്ഷനിലൂടെയാണ് അത് കടന്നു പോകുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ കറക്റ്റ് പ്രോഫിറ്റ് എന്നുള്ള കൺസെപ്റ്റിന്റെ ബേസ് നിങ്ങൾ കറക്റ്റ് ആക്കുക. കാരണം പ്രോഫിറ്റിന്റെ ബേസ് നിങ്ങൾക്ക് കറക്റ്റായി അറിഞ്ഞാൽ തന്നെ ലോസിന്റെ സെക്ഷൻസും നമുക്ക് കറക്റ്റായി അറിയാൻ പറ്റും. കാരണം പ്രോഫിറ്റിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് ലോസ് വരിക. ഓക്കെ, അപ്പൊ പ്രോഫിറ്റിന്റെ കൺസെപ്റ്റ് കറക്റ്റായി അറിഞ്ഞാൽ തന്നെ അതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് ലോസിന്റെ സെക്ഷൻ വരിക. ഈ 2 സെക്ഷൻസും കറക്റ്റായി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും ലോസും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മറ്റൊരു സെക്ഷനാണ്, വളരെ എളുപ്പമുള്ള സെക്ഷനാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ കവർ ചെയ്യാനുള്ളൂ. അത് നമുക്ക് ഈ 3 സെക്ഷൻസ് ഡിസ്കസ് ചെയ്ത ശേഷം അത് നമുക്ക് എങ്ങനെ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇന്നിവിടെ പ്രോഫിറ്റ് എന്നുള്ള സെക്ഷനും ലോസ് എന്നുള്ള സെക്ഷനും കൂടെ കമ്പൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. പിന്നീട് നമുക്ക് രണ്ടും കൂടെ വന്നാൽ, അത് പ്രോഫിറ്റും ലോസും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റും ലോസും ഇൻഡിവിജ്വൽ ആയിട്ട് എങ്ങനെയാണ് ഓരോ സെക്ഷൻസും ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് എന്നുള്ള സെക്ഷൻ, ദെൻ ലോസ് എന്നുള്ള സെക്ഷൻ. ഓക്കെ, അപ്പൊ ഇതില് മെയിൻ ആയിട്ടും പ്രോഫിറ്റിന്റെ സെക്ഷൻ ആയാലും ശരി, ലോസ് എന്ന് പറയുന്ന സെക്ഷൻ ആയാലും ശരി, നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത് 4 എലമെന്റ്സ് ആണ് മെയിൻ ആയിട്ടും വരിക. അത് ഏതൊക്കെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ബേസിക് ആയിട്ട് അറിയേണ്ടത് കോസ്റ്റ് പ്രൈസ്, second one selling price, third one profit, fourth one profit percentage. ഈ 4 കൺസെപ്റ്റ് ആണ് പ്രോഫിറ്റ് എന്നുള്ള ഹെഡിങ്ങിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ട് വരിക. ഇനി ലോസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ, ഫസ്റ്റ് രണ്ടെണ്ണം സെയിം തന്നെയാണ്, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. തേർഡ് വൺ പ്രോഫിറ്റിന് ഇവിടെ ലോസ് ആണ് റീപ്ലേസ് ചെയ്യുക. ദെൻ ഫോർത്ത് വൺ പ്രോഫിറ്റ് പെർസെൻറ്റേജിന് ഇൻസ്റ്റഡ് ലോസ് പെർസെൻറ്റേജ് ആണ്. അപ്പൊ ഈ 4 കൺസെപ്റ്റുകളാണ് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കൺസെപ്റ്റിനായിരിക്കും ഫസ്റ്റ് പ്രോഫിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ പർച്ചേസ് ചെയ്ത റേറ്റിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആ ആർട്ടിക്കിൾ എത്ര രൂപയ്ക്കാണോ സെയിൽ ചെയ്യുന്നത് അതിനെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്ന സെക്ഷൻ വരണമെങ്കിൽ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് എന്നുള്ള കൺസെപ്റ്റ് കോസ്റ്റ് പ്രൈസിനെക്കാട്ടിലും കൂടുകയാണ് വേണ്ടത്. അത് വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയേക്കാൾ കൂടുമ്പോഴാണ് പ്രോഫിറ്റ് സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ പ്രോഫിറ്റ് എന്നുള്ള സെക്ഷൻ പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസിന്റെ വാല്യൂ കോസ്റ്റ് പ്രൈസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയും കൂടെ പറയാന്ന് വെച്ചാൽ, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ് എന്നതിന്റെ സെക്ഷൻ വരിക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജും എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ 2 എലമെന്റ്സ് ആണ് മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ആവുന്നത്. അതായത് പ്രോഫിറ്റ് എന്നുള്ള എലമെന്റും ലോസ് എന്നുള്ള എലമെന്റും ആണ് മെയിൻ ആയിട്ടും വരിക. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എന്നുള്ള എലമെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ് എന്നുള്ള എലമെന്റ് വരിക. ഇനി നമുക്കറിയാം, ഇപ്പൊ ഒരു 20 രൂപയുടെ ആർട്ടിക്കിൾ 25-നാണ് വിറ്റത് പറഞ്ഞാലായിരിക്കും നമുക്ക് പ്രോഫിറ്റ് അവൈലബിൾ ആകുക, അല്ലെ? അപ്പൊ നമ്മൾ ഈ 5 രൂപ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്നതിന്റെ ബേസ് വെച്ചിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെ? 20ന്റെ ആർട്ടിക്കിൾ 25-ന് വിറ്റു പറഞ്ഞാൽ 20-നേക്കാൾ 5 രൂപ കൂടുതലായിട്ടാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും കോസ്റ്റ് പ്രൈസ് ആയിരിക്കും വരിക. അപ്പൊ പ്രോഫിറ്റിന്റെ ബേസ് വാല്യൂ നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കാം. അപ്പൊ പ്രോഫിറ്റിന്റെ സെക്ഷൻ കവർ ആയി കഴിഞ്ഞു. പ്രോഫിറ്റ് എന്താണ്, പ്രോഫിറ്റിന്റെ ബേസ് എന്താണെന്നുള്ളതാണ് പ്രോഫിറ്റിന്റെ സെക്ഷനിൽ വരിക. ഇനി അതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ
ജസ്റ്റ് എന്ത് നമ്മൾ എസ് പി മൈനസ് സി പി ബൈ സി പി എന്ന് പറയുമ്പോൾ അതൊരു ഫ്രാക്ഷന്റെ ഫോർമാറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ആ ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ലോസിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരിക. ലോസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലോസ് ആണ് സെക്ഷൻ എങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ വാല്യൂ സെല്ലിംഗ് പ്രൈസിനെക്കാട്ടും കൂടുതലായിരിക്കും വരിക. അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ലോസിന്റെ സെക്ഷൻ വരിക. ഓക്കെ, ഇനി ലോസ് പെർസെൻറ്റേജ് ആണ് കണക്കാക്കുന്നതെങ്കിൽ ലോസിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് സി പി മൈനസ് എസ് പി ആണ്. നമുക്കറിയാം കോസ്റ്റ് പ്രൈസിന്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റും കണക്കാക്കുക ലോസും കണക്കാക്കുക. അപ്പൊ ലോസിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ് വരിക. ഇനി അതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ജസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിനി പ്രോഫിറ്റ് ആൻഡ് ലോസിന് ഓരോ പ്രോബ്ലംസ് വന്നാലും അത് ഏത് രീതിയിലാണ് ഫോർമുല ഇല്ലാണ്ട് തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് നോക്കാം, ആൻ ആർട്ടിക്കിൾ സോൾഡ് 25% പ്രോഫിറ്റ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് പ്രോഫിറ്റിന്റെ ഒരു സെക്ഷൻ ആണ്. അപ്പൊ പ്രോഫിറ്റിന്റെ സെക്ഷനിൽ മെയിൻ ആയിട്ടും വരുന്ന കൺസെപ്റ്റ് ആണ് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള 3 സെക്ഷൻസ് ആണ് ആവശ്യമായിട്ട് വരിക അല്ലെ. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ് എന്നുള്ള 3 സെക്ഷൻ ആണ് വരിക അല്ലെ. അപ്പൊ നമുക്കറിയാം കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് ആണ് സെക്ഷൻ എങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ സെയിൽ ചെയ്യുക അല്ലെ. ശ്രദ്ധിക്കുക, കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ആഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കൺസേൺഡ് ഐറ്റത്തിനെ സെയിൽ ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ അത് 25% പ്രോഫിറ്റിനാണ് ഒരു ആർട്ടിക്കിൾ വിറ്റത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആകുന്ന ബാക്കിയുള്ള 3 എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസ് ആണ് വരിക. ഇനി ഇതിനെ എങ്ങനെയാണ് കോസ്റ്റ് പ്രൈസിന്റെയും പ്രോഫിറ്റിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെയും റേഷ്യോ എടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഏത് പ്രോബ്ലം വന്നാലും ശ്രദ്ധിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ആയിക്കോട്ടെ, തന്നിരിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ഹോൾ നമ്പർ ബേസിസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഹോൾ നമ്പർ ബേസിസ് പറഞ്ഞാൽ സാധാ രീതിയിലാണ്, ഫ്രാക്ഷൻസ് ഇല്ലാണ്ടാണ് പെർസെൻറ്റേജിന്റെ വാല്യൂസ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസിന്റെ വാല്യൂ 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ആ കൺസെപ്റ്റ് ഇറക്കാൻ മനസ്സിലാക്കുക. ഇപ്പൊ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ് എന്നുള്ളത് ഹോൾ നമ്പർ ബേസിസിലാണ് തരുന്നത് എങ്കിൽ എപ്പോഴും കോസ്റ്റ് പ്രൈസിന്റെ വാല്യൂ 100 ആയിട്ട് എടുക്കുക. ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇറക്കാൻ തന്നിട്ടുണ്ട് 25% ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 25% പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസിന്റെ 25% ആണ് കണക്കാക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും പ്രോഫിറ്റും അപ്പോൾ 25 തന്നെയാണ് വരിക. അപ്പൊ അതാണ് 100 എടുത്താലുള്ള ഗുണം. 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്ന വെച്ചാൽ പ്രോഫിറ്റിന്റെ സെക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജും ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും വരിക, സെയിം ആയിരിക്കും വരിക. ഓക്കെ, 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജും പ്രോഫിറ്റിന്റെ സെക്ഷനും എപ്പോഴും സെയിം ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പൊ 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ പ്രോഫിറ്റിന്റെ സെക്ഷൻ 25 ആണ് വരിക. അപ്പൊ സെല്ലിംഗ് പ്രൈസിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് 125 ആണ് വരിക. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പം 25% പ്രോഫിറ്റിന് ഒരു ആർട്ടിക്കിൾ വിറ്റു എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ എന്താ പോകേണ്ടതെന്ന് വെച്ചാൽ 100 rupees കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു ആർട്ടിക്കിൾ 125 സെയിൽ ചെയ്ത പോലെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലോസിന്റെ സെക്ഷൻ നോക്കാം. അപ്പൊ ലോസിന് മെയിൻ ആയിട്ടും വരുന്ന 3 കൺസെപ്റ്റ് ആണ് കോസ്റ്റ് പ്രൈസ്, ലോസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് 20% ലോസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 20% ആണ് ലോസ് എങ്കിൽ ഇവിടെയും നമുക്ക് പെർസെൻറ്റേജ് തന്നിരിക്കുന്ന ഹോൾ നമ്പർ ബേസിസിലാണ്. ഹോൾ നമ്പർ ബേസിസിലാണ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ കോസ്റ്റ് പ്രൈസ് 100 ആയിട്ട് എടുക്കാം. ലോസ് എന്ന് പറയുന്നത് 20% ആണ്. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 20% ആണ് ലോസ് വരിക. അത് 20 തന്നെയാണ് വരിക. അപ്പൊ സെയിൽ ചെയ്യുന്നത് 100 രൂപയുടെ ആർട്ടിക്കിൾ 20
റുപ്പീസ് ലോസിനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 80 ആയിരിക്കും വരിക. അപ്പൊ ഈ കൺസെപ്റ്റ് കറക്റ്റായി മനസ്സിലാക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയിക്കോട്ടെ, ലോസ് പെർസെൻറ്റേജ് ആയിക്കോട്ടെ, നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജിന്റെ വാല്യൂ ഹോൾ നമ്പർ ബേസിസ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ വാല്യൂ എപ്പോഴും നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കൺസെപ്റ്റ് നോക്കാം. നമുക്ക് പെർസെൻറ്റേജ് വന്നിട്ട് മിക്സഡ് ഫ്രാക്ഷന്റെ ഫോർമാറ്റിലും പെർസെൻറ്റേജ് തരാം അല്ലെ. ഓക്കെ, അപ്പൊ മിക്സഡ് ഫ്രാക്ഷന്റെ ഫോർമാറ്റിലാണെങ്കിലും നമുക്ക് 100 അസ്യൂം ചെയ്തിട്ട് കോസ്റ്റ് പ്രൈസ് 100 അസ്യൂം ചെയ്തിട്ട് തന്നെ ചെയ്യാം. പക്ഷെ കാൽക്കുലേഷൻ കുറച്ച് ടഫ് ആയിട്ടായിരിക്കും വരിക. ഇപ്പൊ നോക്കുക, ഒരു ആർട്ടിക്കിൾ 33 1/3% പ്രോഫിറ്റ് ആണ് സെയിൽ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 100 CP ആയിട്ട് എടുക്കാം. 33 1/3 ആണ് പ്രോഫിറ്റിന്റെ സെക്ഷൻ വരിക. അപ്പോൾ 133 1/3 ആണ് എസ്പിയുടെ വാല്യൂ വരിക അല്ലെ. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈം വെറുതെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തെത്തുമ്പോഴേക്കും നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ മിക്സഡ് ഫ്രാക്ഷന്റെ ഫോർമാറ്റാണ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷന്റെ വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ 33 1/3%. ഓക്കെ, ജസ്റ്റ് നോക്കാം നമുക്ക്. അതായത് 33 1/3%ന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം 1/3 ആണ് വാല്യൂ വരിക എന്നറിയാം. നമ്മൾ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ 33 1/3%ന്റെ വാല്യൂ 1/3 ആണ് വരിക. ഈ ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെയും കൂടെ പറയാൻ പറ്റുന്ന വെച്ചാൽ 3 എന്ന് പറയുന്ന നമ്പറിന്റെ 33 1/3% ആയിരിക്കും 1 വരിക. ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ആണ് ന്യൂമറേറ്ററിൽ ഉണ്ടാവുക. ഇപ്പൊ 33 1/3%ന്റെ വാല്യൂ 1/3 ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 3 എന്ന് പറയുന്ന നമ്പറിന്റെ 33 1/3% ആയിരിക്കും 1 വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയൊക്കെ എടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ 3 ആണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയി എടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 3 ആണ് കോസ്റ്റ് പ്രൈസ് ആയി എടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് പറയുന്നത് 33 1/3% ആണ് പ്രോഫിറ്റ് വരിക അല്ലെ. അപ്പൊ കോസ്റ്റ് പ്രൈസ് 3 ആണ്. അപ്പൊ പ്രോഫിറ്റിന്റെ സെക്ഷൻ നമ്മൾ എങ്ങനെ കണക്കാക്കേണ്ടത് വെച്ചാൽ കോസ്റ്റ് പ്രൈസിന്റെ 33 1/3% ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർലി അറിയാൻ പറ്റും 3ന്റെ 33 1/3% എന്നുള്ളത് 1 ആണ് വരിക. അപ്പൊ 3 രൂപയുടെ ആർട്ടിക്കിൾ 1 രൂപ പ്രോഫിറ്റിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4 ആണ് വരിക. ഈ കണ്ടീഷൻ കറക്റ്റ് മനസ്സിലാക്കുക. മിക്സഡ് ഫ്രാക്ഷന്റെ ഫോർമാറ്റ് ആണ് പെർസെൻറ്റേജ് വരുന്നതെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ വാല്യൂ കണക്കാക്കുക. അപ്പോൾ ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ വാല്യൂവിൽ കണക്കാക്കി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ആണ് ന്യൂമറേറ്ററിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ 3ന്റെ 33 1/3% 1 വരിക. അപ്പൊ 3 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിന്റെ 33 1/3% 1 ആണ് പ്രോഫിറ്റിന്റെ സെക്ഷൻ വരിക. അപ്പൊ 4 ആണ് സെല്ലിംഗ് പ്രൈസിന്റെ സെക്ഷൻ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്കായി മനസ്സിലാക്കാം. മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഡിനോമിനേറ്ററിന്റെ സെക്ഷൻ എന്നിട്ട് കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ന്യൂമറേറ്ററിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആയി എടുക്കുക, ലോസ് ആണെങ്കിൽ ലോസ് ആയിട്ട് എടുക്കുക. ഇനി ജസ്റ്റ് നമുക്കിപ്പോ ലോസിന്റെ സെക്ഷൻ നോക്കാം. നമുക്കറിയാം 16 2/3% എന്ന് പറയുന്ന 1/6 ഈക്വലായിട്ട് വരിക എന്നറിയാം. ഇത് നമുക്ക് എങ്ങനെയും കൂടെ പറയാൻ പറ്റുന്ന വെച്ചാൽ 6 എന്നതിന്റെ 6 2/3% ആണ് 1 വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 6 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 6ന്റെ 16 2/3% ആയിട്ടുള്ള 1 ആണ് ലോസിന്റെ സെക്ഷൻ വരിക. അപ്പൊ 6 രൂപ അതായത് 6 രൂപ പിന്നീട് ഒരു ആർട്ടിക്കിൾ 1 രൂപ നഷ്ടത്തിനാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 6 - 1 5 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. നമുക്ക് ഇവിടെ എന്താണ് പ്രോബ്ലം അറിയിക്കുന്നത് വെച്ചാൽ an article sold at 25% profit, cost ₹750, then find the CP or cost price എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒരു ആർട്ടിക്കിൾ 25% പ്രോഫിറ്റിനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാല്യൂ 750 ആണ് ആവുക എങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ 25% ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ.
അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ 25% ആണ് കോസ്റ്റ് പ്രൈസ് തന്നിരിക്കുന്നത്, സോറി 25% ആണ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ 25% എന്ന് പറയുന്നത് ഹോൾ നമ്പർ ബേസിസിലാണ്, അതായത് ഡെസിമൽസോ ഫ്രാക്ഷൻസോ ഇല്ലാതെയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, പ്രോഫിറ്റ് പെർസെന്റേജ് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോസ്റ്റ് പ്രൈസിന്റെ വാല്യൂ എത്രയായിട്ടാണ് എടുക്കേണ്ടത് വെച്ചാൽ 100 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ 100 കോസ്റ്റ് പ്രൈസ് എങ്കിൽ 25% ലാഭം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ സെക്ഷൻ 25 ആണ് വരിക. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 125 ആണ് വരിക അല്ലെ. അപ്പൊ 25% പ്രോഫിറ്റ് ആണ് സെയിൽ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിനെ സെയിൽ ചെയ്യുന്നത് 125 റുപ്പീസിനായിരിക്കും സെയിൽ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, പക്ഷെ നമുക്ക് അതായത് 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 125 ആണ് സെല്ലിംഗ് പ്രൈസ് വരിക. പക്ഷെ നമുക്ക് സെല്ലിംഗ് പ്രൈസിന്റെ വാല്യൂ 125 പകരം 750 ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, 125 എന്നുള്ള കൺസെപ്റ്റ് എന്തിനെ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ 750 ആണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ 125 750 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്ന് വെച്ചാൽ 100 എന്നുള്ളത് ഏത് വാല്യൂവിനാണ് ഈക്വൽ ആകാൻ നോക്കുക. അപ്പൊ 125 750 ആണെങ്കിൽ നമുക്കറിയാം 125യുടെ 6 ടൈംസ് ആണ് 750 വരിക. അപ്പൊ കോസ്റ്റ് പ്രൈസ് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ ജസ്റ്റ് 100ന്റെ 6 ടൈംസ് എടുക്കുക, ദാറ്റ് ഈസ് 600 ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. An article sold for ₹550 gains 66 2/3% എന്ന് പറയുന്നത് അല്ലെ. അതായത് 550ക്കാണ് ഒരു ആർട്ടിക്കിൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ 66 2/3% ആണ് പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് എങ്കിൽ കോസ്റ്റ് പ്രൈസ് ആണ് കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ മിക്സഡ് ഫ്രാക്ഷന്റെ ഫോർമാറ്റിലാണ് പെർസെന്റേജ് തരുന്നതെങ്കിൽ നമ്മൾ ഇനീഷ്യലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ മിക്സഡ് ഫ്രാക്ഷന്റെ വാല്യൂ ആണ് കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പെർസെന്റേജ് സെക്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 66 2/3%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2/3 ആണ് വരിക അല്ലെ. ഈ കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 3യുടെ 66 2/3% ആണ് 2 വരിക. അതിപ്പോ ഏത് പെർസെന്റേജിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് ആണ് ന്യൂമറേറ്ററിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് ആ കൺസേൺഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ വേണം കോസ്റ്റ് പ്രൈസ് ആയി എടുക്കാൻ അല്ലെ. അപ്പൊ 2/3 ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 ആണ് കോസ്റ്റ് പ്രൈസ് ആയി എടുക്കേണ്ടത്. അതായത് 3 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ നമുക്ക് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് 66 2/3% ആണ് അല്ലെ. അപ്പൊ ഈ 66 2/3% എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസിന്റെ 66 2/3% എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 3 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ പ്രോഫിറ്റിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് 3യുടെ 66 2/3% ആയിട്ടുള്ള 2 ആണ് പ്രോഫിറ്റിന്റെ സെക്ഷൻ വരിക. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5 ആണ് വരിക അല്ലെ. അപ്പൊ 3 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 5 ആണ് സെല്ലിംഗ് പ്രൈസ് വരിക. പക്ഷെ സെല്ലിംഗ് പ്രൈസിന്റെ സെക്ഷൻ നമുക്ക് 5 പകരം 550 ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 550 ആണെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി എന്ന് വെച്ചാൽ 3യുടെ വാല്യൂ എത്രയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ 550 ആണെങ്കിൽ 5 into 110 ആണ് 550 വരിക. അപ്പൊ കോസ്റ്റ് പ്രൈസ് കണക്കാക്കാൻ ജസ്റ്റ് 3 into 110 ചെയ്ത് നോക്കാം. അപ്പൊ 330 ആണ് വാല്യൂ വരിക. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷൻ അടുത്ത പ്രോബ്ലം നോക്കാം. An article costing ₹2160 sold at 16 2/3% profit, then find the selling price എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് 2160 രൂപ വരെയുള്ള ഒരു ആർട്ടിക്കിൾ 16 2/3% പ്രോഫിറ്റിനാണ് സെയിൽ ചെയ്തതെങ്കിൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ സെക്ഷനും എഴുതാം. കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന 3 സെക്ഷൻ ആണ് വരിക. നമുക്കറിയാം 16 2/3%ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 1/6 ആണ് അറിയാം അല്ലെ. ഈ ഒരു കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 6 എന്നതിന്റെ 16 2/3% ആയിരിക്കും 1 എന്നുള്ള കൺസെപ്റ്റ് വരിക അല്ലെ. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് 6 ആണെങ്കിൽ പ്രോഫിറ്റിന്റെ സെക്ഷൻ ശ്രദ്ധിക്കുക, മിക്സഡ് ഫ്രാക്ഷന്റെ ഫോർമാറ്റ് ആണെങ്കിൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് ഡിനോമിനേറ്റർ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക, ന്യൂമറേറ്റർ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുക, ലോസ് ആണെങ്കിൽ ലോസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ 6 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 ആണ് പ്രോഫിറ്റിന്റെ സെക്ഷൻ വരിക. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് 7 ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് 6 എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസിനെ 2160 റീപ്ലേസ് ചെയ്യണം അല്ലെ.
അപ്പോൾ 6 എന്നുള്ള കൺസെപ്റ്റ് 2160 ആണെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 7ന്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 6 2160 പറഞ്ഞാൽ 6 into 360 ആണ് 2160 വരിക. അപ്പോൾ സെല്ലിംഗ് പ്രൈസിന്റെ വാല്യൂ കണക്കാക്കാൻ ജസ്റ്റ് 7 into 360 ചെയ്യാം. അപ്പോൾ 2520 ആണ് നമുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. An article sold at 488 gains 22%. In order to gain 35%, what should be the new selling price എന്ന് പറയുന്നത് അല്ലേ. അതായത് 488 സെയിൽ ചെയ്യുമ്പോൾ 22% ആണ് പ്രോഫിറ്റ് എങ്കിൽ 35% പ്രോഫിറ്റിന് സെയിൽ ചെയ്താൽ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസിന്റെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ ജസ്റ്റ് കോസ്റ്റ് പ്രൈസ് 100 ആക്കി എടുക്കാം. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് 22% പ്രോഫിറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 122 ആണ് സെല്ലിംഗ് പ്രൈസ് വരിക. ഇനി 35% ഗെയിൻ കിട്ടണമെങ്കിൽ ഇപ്പൊ 100 ആണ് കോസ്റ്റ് പ്രൈസ്, 35% ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് എങ്കിൽ 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ നമ്മൾ സെയിൽ ചെയ്യേണ്ടത് 135 ആയിരിക്കണം സെയിൽ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക. 22% പ്രോഫിറ്റ് കിട്ടാൻ 100 രൂപ കോസ്റ്റ് പ്രൈസുള്ള ഒരു ആർട്ടിക്കിള് 122 വിൽക്കേണ്ടത്. അതുപോലെ തന്നെ 35% പ്രോഫിറ്റ് കിട്ടാൻ 100 രൂപ വില ഒരു ആർട്ടിക്കിൾ 135 നമ്മൾ വിൽക്കേണ്ടത്. ഓക്കെ, പക്ഷെ നമുക്ക് 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 22% പ്രോഫിറ്റിന് സെയിൽ ചെയ്ത സെല്ലിംഗ് പ്രൈസിന്റെ വാല്യൂ 122 ആണ് വരിക. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് 488 ആണ് 122, അതായത് 22% പ്രോഫിറ്റിന് വിറ്റാൽ 120. ഇപ്പോൾ 100 ആണെങ്കിൽ 22% പ്രോഫിറ്റിന് വിറ്റ 122 ആണ് സെല്ലിംഗ് പ്രൈസ് വരിക. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 22% പ്രോഫിറ്റിന് വിറ്റ 488 അവൈലബിൾ ആവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 122 എന്നുള്ള കൺസെപ്റ്റ് 488നെയാണ് റീപ്ലേസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ 122 488 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ വെച്ചാൽ 35% പ്രോഫിറ്റ് അവൈലബിൾ ആവാൻ 135 ആണ് ആവശ്യം. 122 488 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെക്ക് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ 135യുടെ വാല്യൂ എത്രയെന്ന് നോക്കുക. അപ്പൊ നമുക്കറിയാം 122 into 4 ആണ് 488 വരിക. അപ്പൊ 35% പ്രോഫിറ്റ് റിക്കവർ ചെയ്യാൻ എത്ര സെയിൽ ചെയ്യണമെന്ന് അറിയാം. 135 into 4 ചെയ്യാം, ദാറ്റ് ഈസ് 540. ഓക്കെ, അപ്പൊ ഇന്നത്തെ പാർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഇപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പ്രോഫിറ്റിന്റെ സെക്ഷൻ ഡിസ്കസ് ചെയ്ത് അല്ലെ. അപ്പൊ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ലോസിന്റെ സെക്ഷനും പ്രോഫിറ്റും ലോസും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. ഈ പ്രിസൈസ് ഓൺലൈൻ PSC കോച്ച് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫർദർ വീഡിയോസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ ബാക്കിയുള്ള പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് നോക്കാം. ഓക്കെ.